ആലപ്പുഴ ജില്ലയിലെ തഴപ്പ് എന്ന കൊച്ചു കായലോര ഗ്രാമത്തിലാണ് ബാക്ക് വാട്ടർ ഫാം ഹൗസ് എന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തിയ ദിവസം നല്ല മഴയായിരുന്നു. കായലിൽ പെയ്യുന്ന മഴയും അതുപോലെ അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതി സൗന്ദര്യവും നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. കായലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന തെങ്ങുകളും ചെടികളും അതുപോലെ തന്നെ കായലിലെ വെള്ളം നിറയെ വെള്ളമായിരുന്നു. മഴയുള്ള ദിവസമായ കാരണം തെങ്ങുകളും ചെടികളും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി സൗന്ദര്യവും കായലിനോട് ചേർന്നുള്ള കൊച്ചു വീടുകളും കാണാൻ സാധിച്ചു. മഴയുടെ കാഴ്ച കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും ശാന്തതയും നൽകുന്ന ഒന്നായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഡൈനിങ് ഹാള് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കൂടുതൽ പേര് വന്നാലും ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിസോർട്ടിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഓല മേഞ്ഞ ഇരിപ്പിടങ്ങൾ അവരൊരുക്കിയിട്ടുണ്ട്. അതുപോലെ രാത്രിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള റിസോർട്ടുകൾ അവിടെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഓടുമേഞ്ഞ കോട്ടേജുകളും അതുപോലെ തന്നെ വാർത്ത കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. അവിടെയും നമുക്ക് റൂം എടുക്കാം. ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ കോട്ടേജുകളിൽ ചെറിയ ചെറിയ കോട്ടേജുകളായിട്ടോ വലിയ കോട്ടേജുകളായിട്ടോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നല്ലൊരു തോട്ടവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓർക്കിഡുകളും ചെടികളും ഈ പച്ചപ്പിനുള്ളിൽ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ മുന്നിലെ ചാരു കസേരകൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മുടെ പഴയകാല ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ആ ചാരു കസേരയിലിരുന്ന് മുന്നിലെ കായലിൽ പെയ്യുന്ന മഴ ആസ്വദിക്കാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. കുറച്ച് നേരം നമ്മളവിടെ സമയം ചെലവഴിക്കണം, എന്നാലാണ് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ചെടികളും നമുക്ക് എത്രയും കണ്ടാലും കണ്ണിന് വീണ്ടും വീണ്ടും കാണണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാലുകെട്ടും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള കുളങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. കുളങ്ങളിൽ നിറയെ മീനുകൾ അവർ വളർത്തുന്നുണ്ടായിരുന്നു. ഈ നാലുകെട്ടിനോട് ചേർന്ന് നടപ്പാതകളും അവരവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇരിക്കാനുള്ള സംവിധാനങ്ങൾ നന്നായി ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നാലുകെട്ട്. ഇതിനോട് ചേർന്ന് കുളങ്ങളും നടപ്പാതകളും ആ കുളങ്ങളിൽ നിറയെ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്കും കാണാൻ നല്ലൊരു എന്താ പറയുക സന്തോഷം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് റൂമുകൾ എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ വഞ്ചികളൊക്കെ സൈഡിൽ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെയാണ് അവിടെ കായലിൽ മീൻ പിടിക്കാറുള്ളത്. ആ ചെറിയ വഞ്ചികളിൽ പോയിട്ടാണ് മീൻ പിടിക്കാറുള്ളത്. ഞങ്ങൾ പോയി അന്ന് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് മീനൊന്നും കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞത്. വരുന്ന വഴിയും പ്രകൃതി രമണീയമായിരുന്നു. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്